ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ നിന്നും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എടുക്കുക. ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ വിജയത്തെ കാണുമ്പോൾ ആർക്കാണ് നിങ്ങളോട് അസൂയ തോന്നുന്നത്, എന്തുകൊണ്ടാണ് അസൂയ ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കഴിവുകളും ടാലൻറ്റുകളും ഒക്കെ കണ്ടിട്ട് അസൂയപ്പെടുന്ന ഒരാളുണ്ടാകാം, അല്ലെങ്കിൽ ചില വ്യക്തികളുണ്ടാകാം. നമ്മൾ നമ്മുടെ പരിശ്രമത്തിൽ വിശ്വസിച്ച് ഓരോ നേട്ടവും സ്വന്തമാക്കുമ്പോൾ ചില വ്യക്തികൾ ചിന്തിക്കുന്നത് ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും ലഭിക്കുന്നത്, ഇത്രയും കഴിവ് എങ്ങനെ ലഭിക്കുന്നു, ഇത്രയും വേഗം എങ്ങനെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്നിങ്ങനെയൊക്കെ ആയിരിക്കാം. അവിടെ നിന്നാണ് ഈ ഒരു കമ്പാരിസണും ജലസിയും അസൂയയും ഒക്കെ തുടങ്ങുന്നത്. നിങ്ങളുടെ വിജയം ചിലർക്ക് പ്രചോദനമാകുമ്പോൾ മറ്റു ചിലർക്ക് അത് സഹിക്കാൻ കഴിയാതെയാണ് ആവുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളോട് മത്സരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുന്നതോ ആയിട്ടുള്ള ഒരാളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ആരാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിച്ച് നിങ്ങൾക്ക് ലഭിക്കേണ്ട സന്ദേശം ഈ റീഡിങ്ങിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ കാണുന്നത് നിങ്ങളുടെ സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ വളരെ അടുത്ത ബന്ധത്തിലോ ഉള്ള ഒരാൾക്ക് നിങ്ങളുടെ മുന്നേറ്റം കാണാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് എന്നാണ്. അവർക്ക് നിങ്ങളുടെ ഈ ഒരു ഉയർച്ച കാണുമ്പോൾ അവരുടെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഇന്ന് നേടിയിരിക്കുന്ന ഈ ഒരു നേട്ടങ്ങൾക്ക് പിന്നിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ടോ എന്ന് ഈ വ്യക്തി കണ്ടിട്ടുണ്ടാവാം. നിങ്ങൾ ഒന്നുമില്ലാത്ത ഇടത്ത് നിന്ന് തുടങ്ങിയിട്ട്, അതായത് സീറോയിൽ നിന്ന് തുടങ്ങി ഹീറോ ആയി വളർന്ന ഒരാളായിരിക്കാം. രാവും പകലും പരിശ്രമിച്ച് ഓരോ ചെറിയ അവസരവും ഉപയോഗപ്പെടുത്തി പതിയെ പതിയെ നിങ്ങൾ ഇന്ന് ഈ നിലയിൽ എത്തിയതാകാം. പക്ഷേ നിങ്ങളുടെ ഈ ഒരു കഷ്ടപ്പാട് കാണാതെ അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കാതെ നിങ്ങൾ വളരുന്നത് മാത്രമാണ് ചിലർ കാണുന്നത്. അവിടെയാണ് അവരുടെ ആ ഒരു കമ്പാരിസണും ആ ഒരു അസൂയയും ഒക്കെ തുടങ്ങുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ വീട്ടിലുള്ള തന്നെ ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിന് ചുറ്റുമുള്ള അടുത്ത ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അയൽക്കാരായിരിക്കാം, ബന്ധുക്കളായിരിക്കാം. പ്രധാനമായിട്ട് ഇവിടെ ഒരു കമ്പാരിസൻ്റെ എനർജി ശക്തമായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ ഒരാൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം, പക്ഷെ മറ്റൊരാൾക്ക് അത്ര വലിയ വിദ്യാഭ്യാസം ഉണ്ടാകില്ല. സ്വന്തം കഴിവുകളാലും കഠിനാധ്വാനം കൊണ്ടുമൊക്കെ ഒരു അച്ചീവ്മെൻറ്റ്, ഒരു നേട്ടമൊക്കെ നേടിയെടുത്തതായിരിക്കാം. അപ്പോൾ ഈ ഡിഗ്രിയൊക്കെ ഉള്ള അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി ചിന്തിച്ചേക്കാം, എനിക്ക് ഇത്രയധികം വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി കിട്ടിയില്ലല്ലോ, ഇവരെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഇങ്ങനെയൊക്കെയും ചിന്തിക്കുന്നതായിരിക്കും. അതായത് എന്ത് തന്നെയാലും ഒരു കമ്പാരിസൻ്റെ എനർജി, അതായത് സ്വന്തം നേട്ടങ്ങളെക്കുറിച്ചുള്ള ഒരു അഹങ്കാരവും കമ്പാരിസണും ആ വ്യക്തിയിൽ വളരെ മുൻപ് തൊട്ടേ ഉണ്ടായിരുന്നിരിക്കാം. അതേസമയം നിങ്ങൾ ചെറിയ കാര്യങ്ങളിൽ നിന്നും പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയതോ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ നിന്നും തുടങ്ങാൻ തയ്യാറായതോ അന്നിവർ ഇത് വലിയ കാര്യമാണോ എന്നായിരിക്കും ചിന്തിച്ചിരുന്നത്. ഇത് വലിയ കാര്യമാണോ എന്ന് പോലും നോക്കാതെ, ഇതിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് പോലും ആലോചിക്കാതെ നിങ്ങൾ ആ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തിയതായിട്ടാണ്, അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോയിട്ടുണ്ടാകാം. അതായത് ചെറിയ ചെറിയ സ്റ്റെപ്സ് വെച്ച് ചെറിയ ചെറിയ പരിശ്രമങ്ങൾ നടത്തി അങ്ങനെ ഒടുവിൽ നിങ്ങൾ വലിയൊരു നേട്ടത്തിൽ എത്തിക്കാണാം. അല്ലെങ്കിൽ വലിയൊരു നേട്ടമെന്ന് പറയുമ്പോൾ അന്ന് നിന്ന ആ സ്ഥലത്തിൽ നിന്നും കുറച്ചും കൂടെ മുൻപിലോട്ട്, ഒരു മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ മുൻപിലോട്ട് എത്തിക്കാണാം. നിങ്ങളുടെ വളർച്ചയ്ക്ക് പിന്നിലെ ആ ഒരു സ്ട്രഗിള് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. പക്ഷേ നിങ്ങളെ കമ്പയർ ചെയ്യുന്ന വ്യക്തി കാണുന്നത് നിങ്ങളുടെ ഇന്നത്തെ സ്ഥാനമാണ്, നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സ്ഥാനമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിജയമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നു എന്നാണ്. അത് പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ തുടർന്നു കൊണ്ടേയിരുന്നു എന്നാണ്. നിങ്ങളുടെ ഫോക്കസ് വളരെ സ്ട്രോങ് ആയിരുന്നു. എനിക്ക് മറ്റാരുടെയും സഹായത്തിൽ ആശ്രയിച്ച് നിൽക്കേണ്ടതില്ല എന്നൊരു മൈൻഡ് സെറ്റ്, എന്നൊരു ചിന്താഗതി നിങ്ങൾക്കുണ്ടായിരുന്നു. കാരണം ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു ചിന്താഗതിയിലേക്ക് മാറ്റപ്പെട്ടതായിരിക്കാം. ആരെങ്കിലുമൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചപ്പോഴോ ഒക്കെ ആ ഒരു വേദനയിൽ നിന്നുണ്ടായ ആ ഒരു സ്ട്രെങ്ത്തിൽ നിന്നും ഉണ്ടായതുമായിരിക്കാം. നിങ്ങളുടെ സ്ട്രെങ്ത്ത്, നിങ്ങളുടെ ആ ഒരു ശക്തി വർദ്ധിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ പവർ വർദ്ധിച്ചു, നിങ്ങളുടെ ഫോക്കസ് കൂടുതൽ ശക്തമായി. അങ്ങനെ നിങ്ങൾ പതിയെ പതിയെ മുന്നോട്ട് പോയതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങളെല്ലാവരോടും ഡിസ്കസ് ചെയ്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഒരു പോയിൻ്റ് കഴിഞ്ഞപ്പോൾ അത് ഡിസ്കസ് ചെയ്യാതെയായി. നിങ്ങളുടെ പ്ലാൻസും നിങ്ങളുടെ പദ്ധതികളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും
മറ്റുള്ളവരോട് തുറന്നു പറയാതെ സ്വന്തം കാര്യങ്ങളിൽ കഠിനാധ്വാനം ചെയ്തു കൊണ്ടേയിരുന്നു. കാരണം നിങ്ങൾക്ക് ഒരു പോയിന്റിൽ മനസ്സിലായി, ഞാൻ ഈ പദ്ധതികളെല്ലാം പുറത്ത് പറഞ്ഞാൽ ആ ഒരു പദ്ധതിയെ ഇത്രത്തോളം അസൂയുള്ള വ്യക്തികൾ അതിനെ നശിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ഒക്കെ നശിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. അതായത് ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു സംതൃപ്തി ലഭിക്കുന്നത് വരെ അത് ആരോടും തുറന്ന് പറയാതെ ഇരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അതാണ് ചില ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് ഏറ്റവും കൂടുതൽ ഈ ഒരു അസൂയ തോന്നിയ വ്യക്തിക്ക് ഇപ്പോഴും അവരുടെ കരിയറിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെക്കുറിച്ചോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷനിലായിരിക്കാം അവരുള്ളത്. ജോബ് ചെയ്യണോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണോ, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ആ വ്യക്തി ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടാകാം. അവർക്കൊരു വ്യക്തതയില്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോട് ഇന്നും സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സഹോദരനെയോ സഹോദരിയോ അടുത്ത ബന്ധുവിനെയോ പോലെ കരുതി നിങ്ങൾ അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ടാവാം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ നിങ്ങളോട് ചോദിച്ചേക്കാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം ചെയ്യാൻ തയ്യാറായ ഒരു വ്യക്തിയായിരുന്നു. അതായത് നിങ്ങൾക്ക് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി എന്ത് ജോലി ചെയ്താലും പ്രശ്നമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ളൊരു വ്യക്തിയായിരുന്നു. ചെറുതാണോ വലുതാണോ എന്ന് നോക്കാതെ സ്വന്തം കാലിൽ നിൽക്കണം, മുന്നോട്ട് പോകണം എന്നൊക്കെയായിരുന്നു നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ആരെയും ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ആരുടെ തലയിലും ബാധ്യതകൾ ഇട്ടുകൊടുക്കാനോ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. അങ്ങനെ നിങ്ങൾ ഓരോ ഘട്ടവും കടന്ന് ഇന്ന് ഈ നിൽക്കുന്ന സ്ഥലത്തെത്തി, അല്ലെങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങളെത്തി. നിങ്ങളുടെ വിജയത്തിന് പിന്നിൽ ഒരുപാട് കഠിനാധ്വാനം ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്കറിയാം. പക്ഷേ ചിലർ കാണുന്നത് നിങ്ങളുടെ വിജയം അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ മാത്രമായിരിക്കും. ഇവിടെ കാണുന്നത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വഴി നിങ്ങൾ പലപ്പോഴും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെല്ലാം ഒരുമിച്ച് പൂർത്തിയായതല്ല, ഒന്നൊന്നായിട്ട് ഓരോ ആഗ്രഹങ്ങളും നിങ്ങൾ സ്വന്തമാക്കിയതാണ്. നിങ്ങൾ സ്വപ്നം കണ്ട കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. നിങ്ങൾ നേടിയ ആ ഒരു നേട്ടത്തിന് പിന്നിൽ നിങ്ങളുടെ പരിശ്രമവും ക്ഷമയും സ്ഥിരതയും കൺസിസ്റ്റൻസിയും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് തന്നെയാണ് ആ വ്യക്തികൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയും അസൂയയും ഒക്കെ ഉണ്ടാക്കുന്നത്. കാരണം അവർ കാണുന്നത് നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയാണ്, അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുത്ത ആ പൂക്കളെയാണ്. പക്ഷേ ആ പൂക്കൾ വിരിയാനായിട്ട് നിങ്ങൾ എത്ര കാലം ആ ഒരു വേരിൽ വെള്ളം ഒഴിച്ചു എന്നുള്ളത് അവർ കാണുന്നില്ല. നിങ്ങളുടെ വിജയം നിങ്ങളുടേതാണ്, നിങ്ങളുടെ യാത്രയും നിങ്ങളുടെ പരിശ്രമങ്ങളും നിങ്ങളുടേതാണ്. അതുപോലെ എനിക്കിവിടെ കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ വളരെയധികം വിലയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റിയിരിക്കുകയാണ് എന്നാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും സ്വന്തം കഴിവുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന നിലയിലാണുള്ളത്. ഈ വ്യക്തി നിങ്ങളെക്കാൾ ഒരുപക്ഷെ പ്രായത്തിൽ കുറവുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ കൂടുതലുള്ള ഒരാളായിരിക്കാം. ഓരോരുത്തരുടെയും രീതി വ്യത്യാസമാണല്ലോ. നിങ്ങളുടെ തന്നെ ബന്ധുവായിരിക്കാം, നിങ്ങൾക്ക് വളരെയധികം അറിയുന്ന ഒരു വ്യക്തിയായിരിക്കാം. പുറത്ത് വലിയ വലിയ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിയുടെ ഡ്രീംസൊക്കെ വളരെ വലുതാണ്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇവർ സ്വയം കമ്പയർ ചെയ്യുന്നത്. നിങ്ങളുടെ ഐഡിയാസ് അറിയാനും ഉപദേശം കേൾക്കാനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവർ നിങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ആര് വഴിയെങ്കിലും നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാകാം. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ കൊണ്ടൊരു ഇൻസ്പിറേഷൻ തോന്നുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഇവരുടെ ഉള്ളിൽ വളരെയധികം അസൂയമുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി, പക്ഷേ അവരിപ്പോഴും തങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടാൻ കഴിയാതെ നിൽക്കുകയാണ്. ഇവിടെ മറ്റൊരു എനർജി കൂടി കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച, നിങ്ങളെ ചതിച്ച, നിങ്ങളെ ബിട്രേ ചെയ്ത ചില ആളുകൾ, നിങ്ങളുടെ ഇമോഷൻസിനൊപ്പം കളിച്ച ആൾക്കാർ, നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനും നിങ്ങളുടെ ഫോക്കസിൽ നിന്നും വഴിതിരിക്കാനും ഒക്കെ ശ്രമിച്ച ആൾക്കാർ, നിങ്ങളുടെ ഗ്രോത്തിനെ തടയാൻ ശ്രമിച്ച ആൾക്കാർ, അങ്ങനെയുള്ള ചില വ്യക്തികളുടെ എനർജി കൂടി കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റെബിലിറ്റി വരുന്നത് ഇവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ അടുത്തറിയാനും നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾ ചെയ്യുന്നത് എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ അറിയാനും ചിലർ മനഃപൂർവ്വം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചേക്കാം. പുറമേ ഫ്രണ്ട്ഷിപ്പ് പോലെ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ബന്ധം പോലെ തോന്നിയെങ്കിലും പിന്നീട്
മറ്റൊരു ഉദ്ദേശമായിരിക്കാം ഇവർക്കുള്ളത്. ആ സമയത്ത് നിങ്ങൾ അവരുടെ വാക്കുകൾ ചിലപ്പോൾ വിശ്വസിച്ചേക്കാം, ആ ഒരു സുഹൃത്താണ് എന്നുള്ള നിലയിൽ. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകം അങ്ങനെയുള്ള ആൾക്കാരെ വിശ്വസിച്ചിട്ടുണ്ടാകാം. അവരുടെ സംസാരത്തിൽ അവർ നിങ്ങളോട് ഇമോഷണലായിട്ട് നിങ്ങളുമായിട്ടൊരു ബന്ധമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ വളർച്ചയെ പോലും ഇത് ബാധിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടാകാം, ബ്ലോക്കേജസ് ഉണ്ടാക്കിയിട്ടുണ്ടാകാം. പക്ഷെ പിന്നീട് നിങ്ങൾക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി, അതായത് ഇങ്ങനെ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവിടെ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറീസ് തിരിച്ചറിഞ്ഞത്. ഇനിയും ഇപ്പോഴും നിങ്ങൾ അതുപോലുള്ള വ്യക്തികളാൽ നിങ്ങളുടെ പ്രോഗ്രസ് തടഞ്ഞു നിർത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്തിനെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക, ബൗണ്ടറീസ് നിങ്ങൾ വെക്കുക. നിങ്ങളുടെ ജീവിതത്തിലും സ്വന്തം ഗ്രോത്തിലും വീണ്ടും ഫോക്കസ് ചെയ്യാനായിട്ട് നിങ്ങൾ തുടങ്ങുക. ആരൊക്കെയോ തളർന്നു പോയി വീണ സ്ഥലങ്ങളിൽ നിന്നും എഴുന്നേറ്റ ചില വ്യക്തികളുടെ എനർജി വളരെ ശക്തമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ആരുടെയും ഒരു തന്ത്രങ്ങൾ കൊണ്ട് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി. അവരുടെ ആ ഒരു ക്ലെവർനെസ് നിങ്ങൾ തിരിച്ചറിഞ്ഞു. അവരുടെ ആ ഒരു കുരുട്ടുബുദ്ധി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡാർക്ക് ഉദ്ദേശങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞു. എന്തെങ്കിലും ഒരു സംഭവത്തിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് ലഭിച്ചതോ അല്ലെങ്കിൽ സത്യം വെളിപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയോ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി. യൂണിവേഴ്സ് നിങ്ങളുടെ മുൻപിലേക്ക് ഒരു എവിഡൻസ് തന്നിട്ടുണ്ടാകാം. നിങ്ങളുടെ പാത ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്തതുപോലെ ആയിരുന്നു അത്. നിങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചവർ ഉണ്ടായിരുന്നെങ്കിലും ഒടുവിൽ എന്താണ് സത്യമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ ഫോക്കസ്, നിങ്ങളുടെ ശ്രദ്ധ തന്നെ നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾക്കത് പിന്നീട് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ നിങ്ങൾ വീണ്ടും നിങ്ങളെ തന്നെ ഹീൽ ചെയ്തു. നിങ്ങളുടെ എനർജിയെ നിങ്ങൾ തിരികെ പിടിച്ചു. നഷ്ടപ്പെട്ടു പോയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ അതിനെ പതിയെ തിരികെ പിടിച്ചു. നിങ്ങളുടെ ഫോക്കസ് കൂടുതൽ ശക്തമായി. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ്, ഒരു പുതിയ തുടക്കം നടത്തുകയാണ്. പണ്ട് നിങ്ങളുടെ മുൻപിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാൽ നിങ്ങൾ പേടിച്ചിരുന്നിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ നിങ്ങളെ അത്ര എളുപ്പത്തിൽ ആർക്കും ഭയപ്പെടുത്താനാവില്ല. കാരണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് കണ്ട് അതിൽ കൂടി കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ഒരു സ്ട്രെങ്ത് ഉണ്ട്. നിങ്ങളുടെ ഈ ഒരു മാറ്റവും വിജയവും കണ്ടാണ് ചില ആൾക്കാർ അസ്വസ്ഥരാകുന്നത്. അവർക്ക് നിങ്ങളോട് വെറുപ്പാണ്. ഇത്ര വേഗത്തിൽ ഇവരുടെ ജീവിതത്തിൽ ഇത്ര മാറ്റങ്ങൾ എങ്ങനെ വന്നു, ഇത്രയും നേട്ടങ്ങൾ ഇത്ര പെട്ടെന്ന് ഇവരെങ്ങനെ നേടിയെടുത്തു എന്നൊക്കെയാണ് ഇവരുടെ ചിന്ത. നിങ്ങളുടെ വളർച്ച അവരെ സത്യമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇവരിൽ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരു പൊളിറ്റിക്സൊക്കെ കളിക്കുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങളുടെ മുന്നേറ്റം തടയാനും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനും പിന്നിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കാനും ഒക്കെ ശ്രമിച്ചവരാണ്. പക്ഷേ ഇപ്പോൾ അവർ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അവർ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് അവരുടെ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണം, എങ്ങനെ അവരുടെ ജീവിതത്തിൽ വന്ന ഈ ഒരു തടസ്സങ്ങളെ മറികടക്കണം, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ നല്ലതുണ്ടാകാത്തത് എന്നിങ്ങനെയൊക്കെ അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരിപ്പോഴും അതേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നതായിട്ട് തോന്നുകയാണ് അവർക്ക്. ആ രീതിയിലുള്ള ഒരു തോന്നലിൻ്റെ എനർജി ഇവിടെ കാണാം. നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾ ഒരിക്കലും കൈവിടരുത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത് നിങ്ങൾ നേടിയെടുത്തതാണ്. അത് നിങ്ങളുടെ ഹാർഡ് വർക്കിലൂടെ, നിങ്ങളുടെ വിശ്വാസത്തിലൂടെ, നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നേടിയെടുത്തതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അത് ഡിസിപ്ലിൻഡായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ആ കിട്ടിയ നേട്ടത്തെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. നേടിയെടുത്തിട്ട് മാത്രം കാര്യമില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതും വലിയ കാര്യമാണ്. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.